ഹലോ, എല്ലാവർക്കും ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ മാരത്തോൺ MCQയിലേക്ക് സ്വാഗതം. പാർട്ട് 4 ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. A counter is designed with 6 stages of flip-flops. Determine the output frequency at the last, അതായത് 6th സ്റ്റേജ് വെൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 1 മെഗാഹെർട്സ് എന്നാണ് ചോദ്യം. അതായത് ഒരു കൗണ്ടർ ഉണ്ട്, 6 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിനകത്ത് ഇൻപുട്ട് ഫ്രീക്വൻസി 1 മെഗാഹെർട്സ് ആണെങ്കിൽ അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത് ആറാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്തുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയെന്നാണ് ഈ ചോദിക്കുന്നത്. ആറാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്തുമ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നതെന്നാണ് ചോദിക്കുന്നത്. 1 മെഗാഹെർട്സ് തന്നെയാണോ, അല്ല 166 കിലോ ഹെർട്സ് ആണോ, നമുക്ക് ചെയ്ത് നോക്കണം. 15.625 കിലോ ഹെർട്സ് ആണോ, അതും അറിയില്ല, ചെയ്ത് നോക്കണം. 0 ആണോ, 0 എന്തായാലും അല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് ഇതിൽ മോഡുലസ് ഓഫ് ദ കൗണ്ടർ എന്താണ്, 2:6 അല്ലേ, 6 ഫ്ലിപ്പ് ഫ്ലോപ്പുകളല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2:6 കോമ്പിനേഷൻ ഓഫ് യുണീക്ക് സ്റ്റേറ്റുകൾ അതിനുണ്ടാവും, ആ കൗണ്ടറിനുണ്ടാവും. ഓക്കെ, അതായത് 1 മെഗാഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസി ബൈ മോഡുലസ് ഓഫ് ദി കൗണ്ടറാണ്. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10�6 മെഗാഹെർട്സ് അല്ലേ, 1 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ 10�6 ഹെർട്സ് ആണ്. ഡിവൈഡഡ് ബൈ 2:6 എന്ന് വെച്ചാൽ 2:6 എന്ന് പറഞ്ഞാൽ 64 എന്ന് വെച്ചാൽ 10�6 ബൈ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.625 കിലോ ഹെർട്സ് എന്ന് വരും. അത് സി ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ചോദ്യം. എ മോഡ് 16 റിപ്പിൾ കൗണ്ടർ ഇസ് ഹോൾഡിംഗ് ദ കൗണ്ട് 1001 in binary. What will be the count after 31 clock pulses? അപ്പോൾ ഒരു മോഡ് 16 റിപ്പിൾ കൗണ്ടർ ആണ്. അതായത് 16 സ്റ്റേറ്റുകളാണ് ആ റിപ്പിൾ കൗണ്ടറിന് ഉണ്ടാവുക. അതിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന കൗണ്ട് എത്രയാണ്, 1001 ആണ്. അതായത് 9 ആണ് അത് ഹോൾഡ് ചെയ്യുന്ന സ്റ്റേറ്റ്. അതിനുശേഷം ഒരു 31 ക്ലോക്ക് പൾസും കൂടെ കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ കറണ്ട് കൗണ്ട് എന്താണ്, 1001, അതായത് 9 ആണ്. അതായത് ഇപ്പോൾ 9 പൾസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി 31 പൾസും കൂടെ കംപ്ലീറ്റ് ചെയ്തുമ്പോൾ എന്താ സംഭവിക്കുക, മൊത്തം എത്ര ക്ലോക്ക് പൾസ് ആയി, 9 + 31, അതായത് 40 ക്ലോക്ക് പൾസസ് ആയി. പക്ഷേ ഈ 40ക്കകത്ത് മോഡ് 16 റിപ്പിൾ കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അതിനാകെ 16 സ്റ്റേറ്റിലേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 16 സ്റ്റേറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നെയും 0000 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 സൈക്കിളും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു സൈക്കിളിൽ 16 സ്റ്റേറ്റ്, 2 സൈക്കിൾ ആകുമ്പോഴേക്കും 32 ക്ലോക്ക് പൾസ് കഴിഞ്ഞു, 2 കംപ്ലീറ്റ് സൈക്കിൾസ് കഴിഞ്ഞു. ഇനി അതിനുശേഷം എന്താ സംഭവിക്കുക, 32 കഴിഞ്ഞിട്ട് ഒരു 8 എണ്ണം കൂടെ വരണം അല്ലേ. അപ്പോൾ 40 - 32 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ആ സമയത്ത് 31 ക്ലോക്ക് പൾസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ കാണിക്കുന്ന സ്റ്റേറ്റ് എന്തായിരിക്കും, കൗണ്ട് എന്തായിരിക്കും, 1000, അതായത് 8 ആയിരിക്കും കേട്ടോ. അപ്പോൾ എ ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3. Which of the following circuits can be used as parallel to series converter? ഇത് നമ്മൾ മുമ്പത്തെ മാരത്തോൺ MCQയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. പാരലൽ ടു സീരീസ് ഏതാണ്, ഡിജിറ്റൽ കൗണ്ടർ ആണോ, അല്ല ഡീകോഡർ ആണോ, അല്ല ഡീമൾട്ടിപ്ലെക്സർ ആണോ, അല്ല മൾട്ടിപ്ലെക്സർ ആണ്. ഓക്കെ, അപ്പോൾ മക്സിൻ്റെ ഒരു ഫിഗറും തന്നിട്ടുണ്ട് കണ്ടോ. പാരലൽ ആയിട്ട് കൊടുക്കുന്ന ഇൻപുട്ടുകളെ എന്താക്കി മാറ്റും, സീരീസ് ആയിട്ടുള്ള ഔട്ട്പുട്ടാക്കി മാറ്റും. അപ്പോൾ അത് മൾട്ടിപ്ലെക്സറാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, സെവറൽ ഇൻപുട്സിനെ ഒരു സിംഗിൾ കോമൺ ഔട്ട്പുട്ട് ലൈനാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, മൾട്ടിപ്ലെക്സർ. അതൊരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാലോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് 4ാമത്തെ ചോദ്യം. Which of the following represents a number of output lines for a decoder with 4 input lines? 4 ഇൻപുട്ട് ലൈനുള്ള ഒരു ഡീകോഡർ ആണ് എന്ന് വിചാരിക്കുക. അതിന് എത്ര ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവുന്നതാണ് ചോദ്യം. 15, 16, 17, 18. നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന്. അതായത് 4 ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും, 2⁴. അതായത് 16 പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതായത് എത്ര ഔട്ട്പുട്ടുകൾ വരെ ഉണ്ടാവാം, 16 ഔട്ട്പുട്ടുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് 16 ആണ്. അതായത് 2⁴ എന്ന് നോക്കിയാൽ മതി. അതായത് n/2n ആണ് ഡീകോഡർ എന്ന് പറയുമ്പോൾ വരുന്നത്. ഇൻപുട്ടുകൾ ഇതിലൊരു ഡീകോഡർ ആണെങ്കിൽ n ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ 2⁴n ഔട്ട്പുട്ടുകൾ അതിനുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. If the input to a T flip-flop is a 100 MHz signal, the final output of 3 T flip-flops in a cascade is 1000 MHz ആണോ, 520 MHz ആണോ, 333 MHz ആണോ, 12.5 MHz ആണോ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക എന്ന്.
അതായത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 100 മെഗാഹെർട്സ് കിട്ടിക്കഴിഞ്ഞാൽ n 3 അല്ലേ, അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2n ആണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് 100 മെഗാഹെർട്സ് ഡിവൈഡഡ് ബൈ 2/3, അതായത് 100 മെഗാഹെർട്സ് ബൈ 8, അതായത് 12.5 മെഗാഹെർട്സ് എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 12.5 മെഗാഹെർട്സ് ആണ് അതിൻ്റെ ഉത്തരം. അപ്പം മുമ്പും ഇതേപോലത്തെ ചോദ്യമാണ് വന്നത്. ഇത് പല തരത്തിൽ രീതിയിലൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ദേ ഇങ്ങനെയാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ ഒരു 100 മെഗാഹെർട്സ് ആണെങ്കിൽ ഒരെണ്ണത്തിലൂടെ പോയി കഴിയുമ്പോൾ എന്താണ് പറ്റുക, അത് ഡിവൈഡഡ് ബൈ 2 ആവും, അപ്പോൾ 50 മെഗാഹെർട്സ് ആയി മാറും. അത് കഴിഞ്ഞ് ഇതിലൂടെയും കൂടെ പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് ഡിവൈഡഡ് ബൈ 4 ആവും, അപ്പോൾ 25 മെഗാഹെർട്സ് ആവും. പിന്നെ വീണ്ടും ഇതിൽ കൂടെ പോയി കഴിയുമ്പോൾ അത് 12.5 മെഗാഹെർട്സ് ആവും. ഓക്കെ, അപ്പോൾ 3 എണ്ണം കാസ്കേഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അത് 12.5 മെഗാഹെർട്സ് ആയി മാറും. ഓക്കെ, ആറാമത്തെ ചോദ്യം. എ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ദാറ്റ് ഫങ്ഷൻസ് ആസ് എ വോൾട്ടേജ് കമ്പാരേറ്റർ വിത്ത് ഹിസ്റ്ററിസിസ് ഇസ് കോൾഡ്. അപ്പോൾ ഒരു ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ട്, ഹിസ്റ്ററിസിസും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണത്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ അല്ല, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ അല്ല, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ അല്ല, അതൊരു ഷ്മിറ്റ് ട്രിഗറാണ്. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷ്മിറ്റിലേക്ക് പൊക്കോളൂ കേട്ടോ. മിക്കവാറും ഷ്മിറ്റ് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, ഷ്മിറ്റ് ട്രിഗറാണ് ഉത്തരം. ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ദാറ്റ് ഫങ്ഷൻസ് ആസ് എ വോൾട്ടേജ് കമ്പാരേറ്റർ വിത്ത് ഹിസ്റ്ററിസിസ് ഇസ് കോൾഡ് ഷ്മിറ്റ് trigger. It is an electronic circuit that adds hysteresis to the input-output transition with the help of positive feedback. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവിടെ ഉപയോഗിക്കുന്നതെന്നും കൂടെ ഓർത്തു വയ്ക്കുക. ഷ്മിറ്റ് ട്രിഗറിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയാം. ഓക്കെ, ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് 2 ഡിഫറെൻറ്റ് ത്രെഷോൾഡ് വോൾട്ടേജ് ലെവൽ ഫോർ റൈസിങ് ആൻഡ് ഫോളിങ് എഡ്ജ്. റൈസ് ലെവലിലും ഫോളിങ് എഡ്ജിലും 2 ത്രെഷോൾഡ് വോൾട്ടേജ് വാല്യൂ അത് തരും. ഓക്കെ, പ്ലസ് VTH മൈനസ് VTH എന്ന് പറഞ്ഞാൽ 2 വോൾട്ടേജ് ലെവൽസ് ഉണ്ടാവും. ഇറ്റ് ഈസ് എ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, അല്ലെങ്കിൽ VLTP എന്നും UTP എന്നും പറയാറുണ്ട് കേട്ടോ. ലോവർ ത്രെഷോൾഡ് വാല്യൂവും അപ്പർ ത്രെഷോൾഡ് വാല്യൂവും. ഷ്മിറ്റ് ഈസ് എ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് റിമെയിൻ ഇൻ എയ്തർ ഓഫ് ദ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, ഇതാണ് ഒരു ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്, ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ബൈസ്റ്റേബിളിൽ ഹിസ്റ്ററിസിസും കൂടെ വന്നാൽ ഷ്മിറ്റായി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ T flip-flop function is obtained from a JK flip-flop. If the flip-flop belongs to a TTL family, the connection needed at the input must be J equal to K equal to 1, J equal to K equal to 0, J equal to 1 and K equal to 0, J equal to 0 and K equal to 1. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് T ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്താണ്, Qn+1 എന്ന് പറയുന്നത് T × Q bar n plus T bar × Qn. അതായത് നമുക്ക് എങ്ങനെയാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ട് 0യോ 1ഓ വരുമ്പോൾ ഔട്ട്പുട്ട് Qn+1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0 ആണെങ്കിൽ നോ ചേഞ്ച് Qn തന്നെ വരും. 1 ആണെങ്കിലോ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യും, Qn ബാർ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് T ബാറും Qn-ഉം അതേപോലെ ടിയും T1 ആവുമ്പോൾ Qn ബാർ അല്ലേ, അപ്പോൾ T × Qn ബാറുമാണ്. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് വരാൻ പോകുന്നത്, Qn+1 എന്ന് പറയുന്നത് വരാൻ പോകുന്നത്. ഇനി JKക്കകത്തുണ്ടല്ലോ, JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 0 വരുമ്പോഴല്ലേ ഈ Qn എന്ന് പറയുന്ന സ്റ്റേറ്റ് വരുന്നത്, ഓർമ്മയുണ്ടല്ലോ. അതേപോലെ JKക്കകത്ത് 1 വരുമ്പോഴല്ലേ Qn ബാർ വരുന്നത്. അതായത് 0 വരുമ്പോൾ നോ ചേഞ്ചും 1 വരുമ്പോൾ ടോഗിളും ആണല്ലോ വരാറുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കാര്യം മനസ്സിലായല്ലോ. J equal to K ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, J equal to Kക്ക് നമ്മളത് T ആയിട്ട് കൊടുക്കും, അവിടെയാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ J equal to K equal to T എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത് ഇതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്തു. ഇനി TTL ഫാമിലി ആയതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഉത്തരത്തിൽ J equal to K equal to T എന്നല്ല കൊടുത്തിട്ടുള്ളത്, J equal to K equal to 1, J equal to K equal to 0 ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TTL ഫാമിലി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇൻപുട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നിരിക്കുക. അൺകണക്റ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട്സ് വിട്ടിട്ടുണ്ടെങ്കിൽ, ഫ്ലോട്ടിംഗ് ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യുക 1 ആയിട്ടാണ്. ഓക്കെ, ഹൈ ആയിട്ടാണ് അത് അസ്യൂം ചെയ്യുക. അപ്പോൾ J equal to K equal to T എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് 1 ആണെന്നാണ്. അപ്പോൾ J equal to K equal to 1 ആണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ദ 74157 ഈസ് ഈ ഐ സി എന്ത് ഐ സി ആണെന്നാണ് ചോദിക്കുന്നത്. ഡുവൽ 4-to-1 മക്സ് ആണോ, ക്വാഡ് 2-to-1 മക്സ് ആണോ, ക്വാഡ് ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, ഒക്ടൽ ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ബി ആണ് കേട്ടോ. ക്വാഡ് 2-to-1 മക്സ് ആണ്. ക്വാഡ് 2-to-1 മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐ സിക്കകത്ത് 4 2:1 മക്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ക്വാഡ് എന്ന് പറയുന്നത്. 4 2/1 മക്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഇനി ഓരോന്നും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ സീസ് ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുക. 74153 എന്ന് പറഞ്ഞാൽ ഡുവൽ 4:1 മക്സ് ആണ്. 2 4:1 മക്സ് അതിലുണ്ടാവും. 74157 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ് 2-to-1 മക്സ് ആണ്, ഇപ്പോൾ പറഞ്ഞ പോലെ. 74175 എന്ന് പറഞ്ഞാൽ ക്വാഡ് ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. 7432 എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. സാധാരണ ഓർ ഗേറ്റ് ആണ്, 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്, ക്വാഡ് ആയിരിക്കും. അതിനകത്ത് 4 ഉണ്ടാവും. ഏറ്റവും ആദ്യം നമ്മൾ ഫെമിലിയറൈസേഷൻ ഓഫ് ഐ സീസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന എല്ലാ ഡിജിറ്റൽ ലാബിലും നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഐ സീസ് ഒക്കെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യും അല്ലേ. 7400 നാൻഡ് ആണ്, അത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. 7486 XOR ആണ്. 7408 ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം ഗേറ്റുകൾ, ബേസിക് ഐ സീസ് കേട്ടോ. അടുത്ത ചോദ്യം, the minimum number of flip-flop required in a counter to count 60 pulses is 60 പൾസ് എങ്കിലും കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കണം എന്നാണ് ചോദിക്കുന്നത്. അതായത് 60 സ്റ്റേറ്റ് ഉണ്ട്, മോഡ് 60 കൗണ്ടർ ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മതിയോ, 6 എണ്ണം വേണോ, 8 എണ്ണം വേണോ, 10 എണ്ണം വേണോ എന്നാണ് ചോദ്യം കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് എന്താണ്? അപ്പോൾ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത്? 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്ലോക്ക് പൾസ്. അപ്പോൾ 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വെച്ചാൽ മിനിമം എത്രയെങ്കിലും വേണം? 2/6 എങ്കിലും വേണം. 64 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് 60 എണ്ണം മതി. എന്നാലും അതിന് 6 ബിറ്റെങ്കിലും വേണം. 60 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 6 ബിറ്റെങ്കിലും മിനിമം വേണ്ടേ. അപ്പോൾ അതാണ് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ബി ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, റേസ് റൗണ്ട് കണ്ടീഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് കോമ്പിനേഷണൽ സർക്യൂട്ട്. അല്ല, കോമ്പിനേഷണൽ സർക്യൂട്ടായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. റേസ് റൗണ്ട് കണ്ടീഷന് സീക്വൻഷ്യൽ സർക്യൂട്ട് വിത്ത് ലെവൽ ട്രിഗേർഡ് ക്ലോക്ക്. ഇത് ശരിയായ ഉത്തരമാണ്. ഇതിനും ശരിയായ ഉത്തരങ്ങളുണ്ടോ നോക്കട്ടെ. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അപ്പോൾ അത് ശരിയാവില്ല. ബോത്ത് സീക്വൻഷ്യൽ ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട് അത് ഒട്ടുമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? റേസ് റൗണ്ട് കണ്ടീഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് സീക്വൻഷ്യൽ സർക്യൂട്ട് വിത്ത് ലെവൽ ട്രിഗേർഡ് ക്ലോക്ക്. ഓക്കെ, ഔട്ട്പുട്ട് ബിക്കംസ് എന്താണ് സംഭവിക്കുക? ആംബിഗ്യൂസ് ആൻഡ് ഇറാറ്റിക്. അതാണ് ഇവിടെ സംഭവിക്കുക. ലെവൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലകത്തൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ 1 1 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക? QN+1 എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് QN ബാർ ആവുന്നതാണ് നമ്മൾ പറയുക അല്ലേ. അത് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് 0 ആയിരുന്നെങ്കിൽ ഇത് 1 ആയിട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 എന്നുള്ളത് ഈ ലെവൽ ട്രിഗേർഡ് അല്ലേ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ലെവൽ ട്രിഗേർഡ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ലെവൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ക്ലോക്കിൻ്റെ ഈ ഹൈ പൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ ഹൈ പൾസ് വരുമ്പോൾ, നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ ലോ ആവുമ്പോൾ. അപ്പോൾ പോസിറ്റീവ് ലെവലിൽ ഇപ്പോൾ പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ ഇത് എഡ്ജാണ് ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്, സോറി, ഇത് എഡ്ജിലേക്ക് പോയി എന്നിട്ട് പോസിറ്റീവ് ലെവൽ വന്നുകൊണ്ടിരിക്കണം. ഈ ഹൈ ആയിരിക്കുന്ന സമയത്ത് മുഴുവൻ ഇത് ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ JKയുടെ പ്രൊപ്പഗേഷൻ ഡിലേ കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ ടോഗിൾ ചെയ്തു, ഇത് 0 ആയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ടോഗിൾ ചെയ്തു, ഇത് 1 ആയി. വീണ്ടും ടോഗിൾ ചെയ്തു, 0 ആയി. പിന്നെയും 1 ആയി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ ആൻസർ ഫൈനലി ഇതെന്താണ് ഈ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ക്ലോക്കുകൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ റേസ് റൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാസ്റ്റർ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ലേവ് ട്രിഗേർഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് റേസ് റൗണ്ട് കണ്ടീഷനെ പിടിച്ചു നിർത്താൻ പറ്റും അവിടെ. ഓക്കെ, അപ്പോൾ റേസ് റൗണ്ട് കണ്ടീഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സീക്വൻസ് സർക്യൂട്ട്സ് വിത്ത് ലെവൽ ട്രിഗേർഡ് ക്ലോക്കിലാണ് റേസ് റൗണ്ട് കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.